ഷിരൂരിൽ രക്ഷാദൗത്യം തുടരുകയാണ്. ഷിരൂരിൽ അർജുന്റെ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ള സൂചനയുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ പ്രകാരം ട്രക്കിന്റെ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. സിജു കണ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിജു, ഈ ക്രാഷ് ഗാർഡ് അർജുന്റെ ട്രക്കിന്റേതാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ. ഷിരൂരിൽ അർജുന്റെ ലോറിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അർജുന്റെ ട്രക്കിനായുള്ള തിരച്ചിൽ ഇതിന്റെ ലോറിയുടെ ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തുകയുണ്ടായി. അർജുന്റെ ലോറിയിൽ തടികൾ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറുകളടക്കം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സിജു കണ്ണൻ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിജു, ഈ ലോറിയുടെ ക്രാഷ് ഗാർഡിന്റെ ഭാഗങ്ങളടക്കം ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിലിൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുന്റെ ലോറിയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ലോറി ഉടമ മനാഫിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുമുണ്ടല്ലോ. അവണി പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി. ഒന്ന്, അർജുൻ്റെ ട്രക്കിൽ ഉപയോഗിച്ചിരുന്ന കയർ കണ്ടെത്തി. ഇത് അർജുൻ്റെ ട്രക്കിൽ ഉപയോഗിച്ചതാണെന്ന് മനാഫാണ് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഒരു ട്രക്കിൻ്റെ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗം കണ്ടെത്തി. മറ്റൊരു ലോഹഭാഗവും കൂടി കണ്ടെത്തി. ഈ ക്രാഷ് ഗാർഡ് അർജുൻ്റെ ട്രക്കിൻ്റേതാണെന്ന് ട്രക്കുടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. നിലവിൽ ഈ ലഭിച്ച വസ്തുക്കളെല്ലാം തന്നെ ഈ ഡ്രഡ്ജറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു ബാഗ് ലഭിച്ചിരുന്നു, അത് അർജുൻ ഉപയോഗിച്ചിരുന്ന ബാഗല്ല എന്ന കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ അഞ്ജുവും ഇവിടെ ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ലഭിച്ച ബാഗ് പിന്നിൽ ധരിക്കുന്ന തരത്തിലുള്ള ബാക്ക് സ്റ്റൈലിലുള്ളതാണ്. പക്ഷേ അർജുൻ ഉപയോഗിച്ചിരുന്നത് തൂക്കുന്ന തരത്തിലുള്ള, കയ്യിൽ തൂക്കി പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബാഗാണ് എന്നാണ് സഹോദരി അഞ്ജു പറഞ്ഞത്. ഏതായാലും പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ ഓരോ വസ്തുക്കൾ ലഭിച്ച ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു. ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് അതിൻ്റെ ചുറ്റുമായി മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ്, തെരച്ചിലാണ് നടക്കുന്നത്. ചില ഭാഗങ്ങളിൽ ആഴം കൂടുതലായതിനാൽ ഇതിൻ്റെ യന്ത്രക്കൈകൾക്ക് ഏറ്റവും താഴത്തേക്ക് എത്തിക്കൊണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള പരിമിതിയുണ്ട്. വേലിയേറ്റ സമയം കൂടിയാണ്, അതിൻ്റെ ഒരു പരിമിതി നിലവിലുണ്ട്. പക്ഷേ പറ്റുന്ന ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണ്. മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുക എന്ന അർത്ഥത്തിലല്ല തെരച്ചിൽ നടക്കുന്നത്. മണ്ണ് പുറത്തേക്കെടുത്ത് അതിൽ എന്തെങ്കിലും പ്രധാന വസ്തുക്കളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം മറ്റ് സ്ഥലത്തേക്ക് നിക്ഷേപിക്കുന്നു. ഈ നിലയിലാണ് പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും മണ്ണ് നീക്കുക എന്നത് പ്രായോഗികമല്ല. ടൺ കണക്കിന് മണ്ണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ പുഴയിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഗംഗാവാലി പുഴയുടെ മധ്യഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ അപകടത്തിന് ശേഷം ഉണ്ടായതാണ്. 40 അടിയിലധികം താഴ്ചയുള്ള പുഴയാണ്. എന്തായാലും പരിശോധന ഇപ്പോൾ നടക്കുന്നത് ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ 2 ദിവസവും ഇതിൻ്റെ താഴെ ഭാഗത്താണ് പരിശോധന നടത്തിയത്. അപ്പോൾ കുടുംബം സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ടെന്ന് നാവികസേന കണ്ടെത്തിയ ഈ സ്ഥലത്ത് പരിശോധന നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇന്ന് ഇവിടെ പരിശോധന കേന്ദ്രീകരിക്കുകയായിരുന്നു. ഈ പരിശോധനയ്ക്കിടെയാണ് പല വസ്തുക്കൾ ലഭിച്ചത്. ഒരു ബാഗ് ലഭിച്ചു, അതോടൊപ്പം തന്നെ കയറിൻ്റെ നീളമുള്ള ഭാഗങ്ങൾ 2 തവണയായി ലഭിച്ചു, ഒരു വസ്ത്രം ലഭിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നിരവധി ഒരു ലോഹഭാഗം കൂടി ലഭിച്ചു. ഒരു വാഹനത്തിൻ്റെ ട്രക്കിൻ്റെ ക്രാഷ് ഗാർഡ് ലഭിച്ചു. ഈ ക്രാഷ് ഗാർഡാണ് ഇപ്പോൾ ട്രക്കുടമ മനാഫ് തങ്ങളുടേതാണെന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു മണിക്കൂറുകളാണ്, കാരണം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു. അവണി, അതോടൊപ്പം തന്നെ 2ാം ദിവസം നടത്തിയ പരിശോധനയിൽ വൈകുന്നേരം 6 മണിയോടുകൂടി പരിശോധന അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനിടെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഒരു അസ്ഥിഭാഗം ലഭിച്ചിരുന്നു. ഈ അസ്ഥിഭാഗം ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. മനുഷ്യൻ്റേതിന് സമാനമായ ഒരു അസ്ഥിഭാഗമാണെന്നാണ് ഇത് കണ്ട ആളുകൾ പറഞ്ഞത്. ഈ അസ്ഥിഭാഗം ശാസ്ത്രീയ പരിശോധനയ്ക്ക് മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് അയച്ചിരിക്കുന്നത്. ആദ്യം അത് സ്ഥിരീകരിക്കേണ്ടത് മനുഷ്യൻ്റെ അസ്ഥിഭാഗമാണോ എന്നാണ്.
അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം ഇന്ന് തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യൻ്റേതാണെങ്കിൽ പിന്നീട് DNA പരിശോധന നടത്തും. നിലവിൽ 3 പേരെയാണ് ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കാണാതായിരിക്കുന്നത്. ഒന്ന് മലയാളിയായ ട്രക്ക് ഡ്രൈവർ അർജുൻ, മറ്റ് 2 പേർ കർണാടക സ്വദേശികൾ ജഗന്നാഥൻ, ലോകേഷ് എന്നിവർ. ഇവരുടെ കുടുംബത്തിൻ്റെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചു വച്ചിരുന്നു. ഈ DNA സാമ്പിളുകളുമായി ഒപ്പിച്ചു നോക്കിക്കൊണ്ടുള്ള DNA പരിശോധന ഉണ്ടാകും. DNA പരിശോധന നടത്തിയാൽ ഒരാഴ്ചയെങ്കിലും അതിൻ്റെ ഫലം പുറത്തു വരാൻ എടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യം സ്ഥിരീകരിക്കേണ്ടത് ഇത് മനുഷ്യൻ്റെ അസ്ഥിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യമാണ്. അതിൽ സ്ഥിരീകരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് വളരെ കാര്യക്ഷമമായി നടക്കുന്നു. ആ നാവികസേന അടയാളപ്പെടുത്തിയ ലോഹസാന്നിധ്യം ഏറ്റവും കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയ ആ ഭാഗത്ത് പരിശോധന നടക്കുന്നു. അതിൻ്റെ ചുറ്റുമായി മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ പ്രവർത്തനം വൈകുന്നേരം വരെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ തെരച്ചിലിൻ്റെ ഭാഗമായിരുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്ര ബാലൻ 3 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടമാണ് അദ്ദേഹത്തിന് സേവനം തേടിയത്. ആദ്യഘട്ടത്തിൽ ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സാന്നിധ്യം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ അദ്ദേഹം ഭാഗമായിരുന്നു. ഇന്ന് ഏത് രീതിയിൽ ഇവിടെ പരിശോധന നടത്തുമെന്ന കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തതയില്ല. ഐബോർഡ് ഡ്രോൺ സംവിധാനം എന്തായാലും ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. GPS സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്ന് അറിയിക്കുന്നു. എന്നാൽ GPS സംവിധാനം എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഘട്ടത്തിൽ പരിശോധന നടത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. മണ്ണും ചെളിയും നിറഞ്ഞ ഭാഗത്ത് പരിശോധന നടത്തുമ്പോൾ GPS സംവിധാനം അത് കൃത്യമായ സിഗ്നൽ കാണിക്കില്ല എന്ന് അന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു. ഇന്ന് GPS പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏത് രീതിയിലുള്ള സംവിധാനമാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. ആവണി. തീർച്ചയായും സിജു, അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കൂടുതൽ തെളിവുകൾ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വാഹനത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും അതൊന്നും അർജുന്റെ ട്രക്കിൻ്റെതല്ല എന്നുള്ള സ്ഥിരീകരണം ഉടമ മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നിരവധി അർജുന്റെ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രാഷ് ഗാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ അർജുന്റെ ലോറിയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഉടമ മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രതീക്ഷയല്ലേ നൽകുന്നത്? പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് അവണി ലഭിക്കുന്നത്. എന്തായാലും ട്രക്കുടമ മനാഫ് ആ ക്രാഷ് ഗാർഡ് തങ്ങളുടെ വാഹനത്തിൻ്റെതാണ്, അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ വലിയ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. 69 ദിവസമായി ഇവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനെ കാണാതായിട്ട് 69 ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വലിയ ആകാംക്ഷയിലും വിവരം എപ്പോൾ ലഭിക്കുമെന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠയിലുമാണ് എല്ലാവരും ഉള്ളത്. ഈ സമയത്താണ് ഇത്തരം ചെറിയ വിവരങ്ങൾ പോലും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ക്രാഷ് ഗാർഡ് അർജുൻ്റെ ട്രക്കിൻ്റെതാണ്, അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നു. എന്തായാലും ഔദ്യോഗിക വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. മറ്റ് ലോഹഭാഗങ്ങൾ ലഭിച്ചത് ട്രക്കിൻ്റേതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 400 അടി കയർ ഈ മരം കെട്ടിവെക്കുന്നതിന് വേണ്ടി ഈ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് മനാഫ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കയർ വളരെ നീളത്തിലുള്ളതാണ്. 2 തവണയായാണ് ലഭിച്ചത്. ആ കയർ ഇപ്പോൾ അർജുൻ്റെ ട്രക്കിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഉച്ച സമയത്ത് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 8 മണി മുതൽ തുടങ്ങിയ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. തിരച്ചിൽ പിന്നീട് തുടരുന്നതാണ്. ഏതായാലും ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തുടരാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് ലോഹസാന്നിധ്യം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഭാഗത്ത് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആവണി. ശരി, ഷിരൂരിലെ അർജുൻ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അർജുന്റെ ലോറിയുടെ ക്രാഷ് ഗാർഡ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അർജുന്റെ ലോറിയുടേതാണെന്നുള്ള സ്ഥിരീകരണം ഉടമ മനാഫിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഷിരൂരിൽ നിന്നും സിജു കണ്ണൻ നൽകിയത്.